വിജിലൻസ് അന്വേഷണം നേരിടുന്ന ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വീണ്ടും പി.വി. അൻവർ. അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചെന്നും അതിന് തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു. സോളാർ കേസ് അട്ടിമറിക്കാൻ എം.ആർ. അജിത് കുമാർ ശ്രമിച്ചുവെന്നും അൻവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെയാണ് വീണ്ടും ഗുരുതര വെളിപ്പെടുത്തലുമായി പി.വി. അൻവർ എം.എൽ.എ. രംഗത്തെത്തിയത്. അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചെന്നും ഇതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും പി.വി. അൻവർ വാർത്താസമ്മേളനത്തിൽ തുറന്നടിച്ചു. സോളാർ കേസ് അട്ടിമറിക്കാൻ എഡിജിപി ശ്രമിച്ചിരുന്നു. ഇതിന് വലിയൊരു തുക പ്രതികളിൽ നിന്ന് കൈപ്പറ്റി. എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നതിന് നേർരേഖ കൈവശമുണ്ടെന്നും സോളാറിൽ കൈക്കൂലിപ്പണം വാങ്ങിയത് ഫ്ളാറ്റ് ഇടപാടിലൂടെയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നമുക്കറിയാം 2016 മെയ്യിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിൻ്റെ ആ കാലത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും സജീവമായ രാഷ്ട്രീയ ചർച്ചാ വിഷയം നമുക്കറിയാം സോളാർ കേസായിരുന്നു. സോളാർ കേസ് അട്ടിമറിക്കാൻ എം.ആർ. അജിത് കുമാർ തുടക്കം മുതലേ പരിശ്രമിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. 33,80,100 രൂപക്ക് ഇദ്ദേഹം പട്ടം SROയിൽ കവടിയാർ വില്ലേജിൽ, ഒക്കെ കവടിയാറാണ് കേട്ടോ, കവടിയാർ വില്ലേജിൽ അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ. ഇദ്ദേഹം ഇത് വാങ്ങുന്നത് 2016 ഫെബ്രുവരി 19 ആണ് ഈ വാങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ 2016 മെയ്യിലാണ് നമ്മളെ ഇലക്ഷൻ നടക്കുന്നത്. അതിൻ്റെ തൊട്ട് 2.5 മാസം മുമ്പാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത്. അദ്ദേഹം വാങ്ങിയത് കാണിച്ച വില, ഒഫീഷ്യലായി കാണിച്ചിട്ടുള്ള വില ഈ പറഞ്ഞ 33,80,100 വാങ്ങുന്നത് ഈ പറയുന്ന 2016 ഫെബ്രുവരി 19. ഇതേ വർഷം ഈ ഫെബ്രുവരി മാസം 10 ദിവസം കഴിഞ്ഞിട്ട് അതേ പ്രോപ്പർട്ടി വിൽക്കുകയാണ്. 29/2/2016 ഫെബ്രുവരി 19 വാങ്ങുന്നു, ഫെബ്രുവരി 29 വിൽക്കുന്നു. എത്രക്കെന്നറിയാം നിങ്ങൾ? 33,80,100 വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കുന്നത് 65 ലക്ഷം രൂപയ്ക്ക്. 2016 ഫെബ്രുവരി 19 കവടിയാറിൽ അജിത് കുമാർ ഫ്ളാറ്റ് വാങ്ങി. 33,80,100 രൂപയായിരുന്നു അതിന്റെ വില. 10 ദിവസത്തിന് ശേഷം 65 ലക്ഷം രൂപയ്ക്ക് ഈ ഫ്ളാറ്റ് വിറ്റു. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ഫ്ളാറ്റ് ആരാണ് വാങ്ങിയതെന്നത് അടക്കമുള്ള വിഷയങ്ങൾ അന്വേഷിക്കണമെന്നും എം.എൽ.എ. ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.